ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന പലരും ഹോം ബേക്കേഴ്സ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മോഡൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പം ബർത്ത്ഡേയും ആനിവേഴ്സറിയുടെയും കൂടെ ആയിട്ട് ചെയ്യാൻ തന്നൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേയും പിന്നെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പം രണ്ടിനും കൂടെ പറ്റിയൊരു കേക്ക് ഒറ്റ കേക്കിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ ഒരു മോഡലാക്കി കൊടുത്തതാണ് കേട്ടോ. ഡിസൈന് കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടന്നു. പിന്നെ കളറ് മാത്രം ഗ്രീനും വൈറ്റും ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ചെയ്യണ മോഡൽ നമുക്ക് മാറ്റി പിടിക്കാം, ഒറ്റ റൗണ്ട് കേക്കായിട്ട് ചെയ്യാണ്ട് അതിനെന്തെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈന് സെലക്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്കിത് വലിയ പിടിപാടില്ലാത്തൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനത്തെ ഡിസൈൻ കൊടുക്കുക, പൈപ്പിംഗ് ബാഗ് അങ്ങനെ കുത്തി കുത്തി കുറേ ഓട്ടകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യാമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാനൊരൊറ്റ കട്ടയിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ തുമ്പ് മാത്രം ജസ്റ്റ് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പക്ഷേ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കേക്കിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചില്ലേ, അതിൻ്റെ ഇടയിൽ ക്രീം കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടാ. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കണ നേരത്ത് ഇതിങ്ങനെ വിട്ടു പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ മോളോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ബേസിനെ ഒന്ന് ഇങ്ങനെ വിടർത്തി പിടിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ക്രീം കൊടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടാ. അങ്ങനെയാണ് നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു അബദ്ധം കൂടെ ഇതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.